ഇത് സാധാരണ ഒരു ടി.വി റിമോട്ട് ഉപയോഗിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കുന്ന ഒരു റിലേ സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിൽ നമുക്ക് ഡി.സി ഹൈ പവറിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളോ അതല്ലെങ്കിൽ സിംഗിൾ ഫേസ് എ.സിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളോ വളരെ ലളിതമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കൊരു സീറോ PCBയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, കൂടാതെ ഈ സർക്യൂട്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. ഈ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് ഒരു സീറോ PCB ആണ്. ഇതിനെ ഡോട്ട് PCB എന്നും പറയും. ഇതിൽ കുറേ ഹോളുകളുണ്ടാവും. അതിൻ്റെ അടിയിൽ കുറച്ച് കോപ്പറിൻ്റെ പ്ലേറ്റുകളുണ്ടാവും. ഇവിടെയാണ് നമ്മൾ ഓരോ കമ്പോണൻസ് സോൾഡർ ചെയ്ത് വെക്കുക. അപ്പോൾ ഏറ്റവും ചെറിയ സൈസ് ഒരു ഡോട്ട് PCB വേണം. അടുത്തതായിട്ട് വേണ്ടത് ഒരു ഇൻഫ്രാറെഡ് സെൻസറാണ്. ഇതിനെ TSOP1738 എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ റിമോട്ട് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റിമോട്ടിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേസിനെ റിസീവ് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ പൾസാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണിത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് CD4017 ഡീക്കേഡ് കൗണ്ടർ എന്ന് പറയുന്ന ഒരു IC ആണ്. അപ്പോൾ ഇതൊരു 16 പിന്നുള്ള IC ആണ്. ഇതിൻ്റെ കൂടെ അതിൻ്റെ സോക്കറ്റ് കൂടെ നമ്മൾ വാങ്ങേണ്ടതാണ്. കാരണം സോൾഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ സോക്കറ്റ് വെച്ചിട്ടാണ് സോൾഡർ ചെയ്യുക. സോൾഡറിങ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ ഈ IC അതിലേക്ക് ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഈ ICയും അതിൻ്റെ കൂടെയുള്ള സോക്കറ്റും കൂടെ വേണ്ടതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു 5 വോൾട്ട് 10 ആമ്പിയർ റിലേ ആണ്. അപ്പോൾ ഇതിൽ ഈ റിലേയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഇതിലൊരു കൺട്രോളിങ് സർക്യൂട്ടും ഒരു പവർ സർക്യൂട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ കൺട്രോളിങ് സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് DC വൈദ്യുതി വെച്ചിട്ടാണ്. അപ്പോൾ റിമോട്ടിൽ നിന്നുള്ള സിഗ്നലുകളെ നേരത്തെ പറഞ്ഞ TSOP1738 എന്ന് പറയുന്ന ആ സെൻസർ പിടിച്ചെടുക്കുന്നു. അതിനുശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്തിട്ട് CD4017 എന്ന ICയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ അതിൽ ഓൺ ഓഫ് എന്നീ രണ്ട് അവസ്ഥകളിൽ ICക്ക് ഹൈ ലോ എന്ന് പറയുന്ന വോൾട്ടേജുകളെ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് മറ്റൊരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും അവസാനം ഈ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടാണ് നമ്മൾ ഈ റിലേയുടെ കോയിലിലേക്ക് നൽകുന്നത്. അപ്പോൾ ICയുടെ ഔട്ട്പുട്ട് ഓൺ സ്റ്റേജിലാവുമ്പോൾ റിലേ എനർജൈസ് ആകുകയും റിലേയിൽ കണക്ട് ചെയ്തിരിക്കുന്ന AC ലോഡിലുള്ള ഉപകരണം വർക്ക് ചെയ്യുകയും ഓഫ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് സ്വിച്ച് ചെയ്യപ്പെടുമ്പോൾ ആ ഉപകരണം ഓഫ് ആകുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് 2 ട്രാൻസിസ്റ്ററുകളാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് BC557 എന്ന് പറയുന്ന ലോ പവർ ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് സിഗ്നലുകളെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കുറഞ്ഞ ശക്തിയുള്ള സിഗ്നലുകളെ കൂടിയ ശക്തിയുള്ള സിഗ്നലുകളാക്കി ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ. ഇതിനെ നമ്മൾ BC548 എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നോട്ടും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫംഗ്ഷനും സിഗ്നലുകളെ ആംപ്ലിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കപ്പാസിറ്ററുകളാണ്. കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ടൈപ്പ് കപ്പാസിറ്ററിനെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എന്ന് പറയുന്നു. കപ്പാസിറ്ററിൻ്റെ വാല്യൂ നമ്മൾ പറയുന്നത് മൈക്രോ ഫാരഡ് എന്ന് പറഞ്ഞ യൂണിറ്റിലാണ്. അപ്പോൾ ഇത് 100 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്ററാണ്. അടുത്തത് മറ്റൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.2 മൈക്രോ ഫാരഡാണ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷനും ചാർജിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റെസിസ്റ്ററുകളാണ്. അപ്പോൾ ഇതിൽ 3 റെസിസ്റ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഒന്നാമത്തെ 1 കിലോ ഓമിൻ്റെയാണ്, രണ്ടാമത്തെ 470 ഓംസിൻ്റെയാണ്, മൂന്നാമത്തെ 30 കിലോ ഓമിൻ്റെ റെസിസ്റ്ററാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോപ്പറിൻ്റെ വയറുകളാണ്. അപ്പോൾ ഇതിൽ കോപ്പറിൻ്റെ മൾട്ടി സ്റ്റാൻഡ് വയറുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വളരെ തിന്നായിട്ടുള്ള വയറുകളാണ് ഏറ്റവും നല്ലപോലെ സോൾഡർ ചെയ്യാൻ നല്ലത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു റെഡ് LED ആണ്. അതായത് റിലേ ഓൺ ആകുന്ന സമയത്ത് നമുക്ക് ഇൻഡിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ LED ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് PN ജംഗ്ഷൻ ഡയോഡാണ്. 1N4007 എന്ന ഡയോഡാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണയായിട്ട് റിലേയുടെ കണക്ഷൻ പോയിൻറ്റുകൾക്ക് പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡോട്ട് PCBയിൽ കമ്പോണൻറ്റ് സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോൾഡറിങ് അയണും പിന്നെ അതിനാവശ്യമായിട്ടുള്ള ലെഡുമാണ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗമുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ഭാഗത്താണ് അതിൻ്റെ പോസിറ്റീവ് ലൈൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് VCC എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്താണ് അതിൻ്റെ നെഗറ്റീവ് ലൈൻ. അപ്പോൾ നെഗറ്റീവ് ലൈനെ നമ്മൾ ഗ്രൗണ്ടിൻ്റെ സിമ്പിൾ വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്.
പിന്നെ അതിൻ്റെ ഏറ്റവും വലതുഭാഗത്താണ് നമ്മൾ സോൾഡർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയാണ് TSOP1738 എന്ന് പറയുന്ന സെൻസർ നമ്മൾ ഘടിപ്പിക്കേണ്ടത്. അതിനുശേഷം ആ ഒരു ട്രാൻസിസ്റ്റർ, അതായത് BC557 എന്ന് പറഞ്ഞ ട്രാൻസിസ്റ്റർ, അതോടൊപ്പമുള്ള റെസിസ്റ്റർ, പിന്നെ 2 കപ്പാസിറ്റർ, അതുപോലെ തന്നെ IC, അതിൻ്റെ സോക്കറ്റ്, പിന്നെ വരുന്നത് LED ഇൻഡിക്കേറ്റർ, അതിൻ്റെ കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റർ, പിന്നെ വരുന്നത് BC548 എന്ന ട്രാൻസിസ്റ്റർ എന്നിവ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മൾ സോൾഡർ ചെയ്യുക. ഈ ചിത്രത്തിൽ ഏറ്റവും ഇടതുഭാഗത്തായിട്ട് കാണിച്ചിരിക്കുന്നതാണ് 5 വോൾട്ട് 10 ആമ്പിയർ റിലേ എന്ന് പറയുന്നത്. അപ്പോൾ BC548 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് VCC എന്ന് പറയുന്ന 5 വോൾട്ട് പോസിറ്റീവ് ഇൻപുട്ടുമായിട്ട് ജോയിൻറ്റ് ചെയ്താണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ പാരലായിട്ടാണ് ഡയോഡും കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഈ റിലേയ്ക്ക് ഒരു എക്സ്ട്രാ 3 പോയിൻറ്റുകൾ കൂടെ ഉണ്ട്. അതിലൊന്ന് C ആണ്. C എന്ന് പറഞ്ഞാൽ കോമൺ പോയിൻറ്റ്. മറ്റേത് NO എന്ന് പറയുന്ന പോയിൻ്റാണ്. NO എന്ന് പറഞ്ഞാൽ നോർമലി ഓപ്പൺ പോയിൻറ്റ്. NC എന്ന് പറയുന്നത് നോർമലി ക്ലോസ്ഡ് പോയിൻറ്റ്. അപ്പോൾ അതിൽ നമ്മൾ 230 വോൾട്ട് AC-യിൽ നിന്നും അതിൻ്റെ ന്യൂട്രൽ ലോഡായിട്ട് നമ്മൾ കൊടുക്കുന്ന ബൾബ് വഴിയാണ് ഈ അല്ലെങ്കിൽ കോമൺ പോയിൻ്റ് എന്ന് പറയുന്ന പോയിൻ്റ് കണക്ട് ചെയ്യുന്നത്. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഇൻപുട്ട് ലൈന് അല്ലെങ്കിൽ ഫേസ് അത് നമ്മൾ നേരെ കണക്ട് ചെയ്യേണ്ടത് നോർമലി ഓപ്പൺ കോണ്ടാക്റ്റിലേക്കാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സോൾഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഈ സർക്യൂട്ട് ആക്ടിവേറ്റ് ആകുന്ന സമയത്ത് ആ ലോഡ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ബൾബ് കത്തുന്നതായിട്ട് കാണാം. സോൾഡറിങ് കഴിഞ്ഞതിന് ശേഷമുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ അതിൽ ആ സർക്യൂട്ട് ഡയഗ്രത്തിനകത്ത് ഉള്ള പോലെ തന്നെയാണ് നമ്മൾ സോൾഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ട്രാൻസിസ്റ്ററിൻ്റെ പിന്നുകൾ ചേഞ്ച് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ IC-യുടെ പിന്നുകൾ എല്ലാം കറക്റ്റായിരിക്കണം. അതുപോലെ കപ്പാസിറ്റർ പൊളാരിറ്റി ഉള്ള കപ്പാസിറ്ററാണ്. അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സർക്യൂട്ട് ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. ഇതതിൻ്റെ ബാക്ക് വ്യൂ ആണ്. അപ്പോൾ അതിൽ നമുക്ക് സോൾഡർ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് പോസിറ്റീവിന് റെഡ് വയറും നെഗറ്റീവിന് ബ്ലൂ വയറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് ബോർഡ് വർക്ക് ചെയ്യുന്നത് 5 വോൾട്ട് DC പവർ സപ്ലൈയിലാണ്. പക്ഷേ എൻ്റെ കയ്യിൽ 5 വോൾട്ട് DC പവർ സപ്ലൈ അഡാപ്റ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 12 വോൾട്ട് DC അഡാപ്റ്ററിനെ അതിൻ്റെ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് ഒരു 5 വോൾട്ട് DC സപ്ലൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 ബോർഡുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 12 വോൾട്ട് DC അഡാപ്റ്ററിൻ്റെ സർക്യൂട്ട് ബോർഡാണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് അതിൽ ന്യൂട്രലാണ്. ഇതിൽ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ഇതിലേക്ക് കൊടുക്കുന്ന ഫേസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സിംഗിൾ ഫേസ് AC കൊടുക്കുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്ന 12 വോൾട്ട് DC ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ റെഡ് കളറിൽ കിട്ടുന്ന പോസിറ്റീവും ഈ ബ്ലാക്ക് കളറിൽ കിട്ടുന്ന നെഗറ്റീവും ആയിരിക്കും. അതിനുശേഷം ഞാൻ ഇവിടെ വേറൊരു ബോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യുന്നത് ഈ 12 വോൾട്ട് അഡാപ്റ്ററിൽ നിന്നുള്ള 12 വോൾട്ട് DCയെ റെഗുലേറ്റ് ചെയ്ത് ഒരു 9 വോൾട്ട് DC ആക്കാൻ വേണ്ടി ഒരു വോൾട്ടേജ് റെഗുലേറ്റർ IC ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ പേര് 7809 IC എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിനുശേഷം ഈ 9 വോൾട്ടിനെ വീണ്ടും കുറയ്ക്കാൻ വേണ്ടിയിട്ട് 7805 എന്ന് പറയുന്ന വോൾട്ടേജ് റെഗുലേറ്റർ ICയും ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ഒറ്റ 7805 IC ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത് നല്ലതായിട്ട് ഓവർ ഹീറ്റ് ആകുകയും അങ്ങനെ ആ IC ഡാമേജ് വരികയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഹീറ്റ് സിങ്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒറ്റ 7805 IC ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ 7805 IC ഡാമേജ് ആയി പോവുകയും ചെയ്യുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ 7809 ICയും 7805 ICയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത് ഒരു 5 വോൾട്ട് DC പവർ സപ്ലൈക്ക് തുല്യമാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് 5 വോൾട്ട് DC ഔട്ട്പുട്ട് തരുന്ന പഴയ നോക്കിയയുടെ അഡാപ്റ്ററോ മറ്റോ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 5 വോൾട്ട് DC ആണ്. ഈ 5 വോൾട്ട് DC ഉപയോഗിച്ചിട്ടാണ് ഈ മെയിൻ സർക്യൂട്ട് ബോർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാന പാർട്സ് നോക്കാം. ഇതിനെ നമ്മൾ TSOP ഇൻഫ്രാറെഡ് റിസീവർ സെൻസർ എന്നാണ് പറയുക. ഇത് 1738 എന്ന് പറയുന്ന കോഡ് നമ്പറിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ എപ്പോക്സി കോട്ടിംഗ് ആണ്. അപ്പോൾ പ്യുവറായിട്ടുള്ള ഇൻഫ്രാറെഡ് റേസിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എപ്പോക്സി കോട്ടിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഉപയോഗിക്കുന്ന റിമോട്ടിൽ നിന്നുള്ള ഈ ഇൻഫ്രാറെഡ് റേസിനെ അതിനെ പിടിച്ചെടുക്കുക എന്നതാണ് ഈ ഇൻഫ്രാറെഡ് റിസീവറിൻ്റെ ഫങ്ഷൻ. അതിനുശേഷം അപ്പോൾ ഇതിൽ നമുക്ക് 3 വയറുകൾ കാണാം.
അപ്പോൾ ഇതിൽ ഒരു വയർ എന്ന് പറയുന്നത് ഇതിലേക്കുള്ള വോൾട്ടേജ് ഇൻപുട്ടാണ്. മറ്റേ വയർ എന്ന് പറയുന്നത് ഇതിലേക്കുള്ള ന്യൂട്രൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻപുട്ടാണ്. ഇതിൽ ഈ വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് അതിൽ നിന്നുള്ള സിഗ്നൽ ഔട്ടാണ്. അപ്പോൾ എപ്പോഴാണോ ഇൻഫ്രാറെഡ് സിഗ്നൽ ഇതിൽ റിസീവ് ആകുന്നത് അപ്പോൾ തന്നെ ഈ വയലറ്റ് കളറിലുള്ള ഈ വയറിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് ഈ ബോർഡിലേക്ക് വരുന്നു. അതിനുശേഷം ആ ഇലക്ട്രിക് പൾസിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് ഈ സർക്യൂട്ട് ബോർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് 2 ട്രാൻസിസ്റ്ററുകളും ഒരു ICയുമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് BC557 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഇൻഫ്രാറെഡ് റിസീവറിൽ നിന്നുള്ള സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുക എന്നതാണ്. അതിനുശേഷം ഇവിടെ ഒരു IC കൊടുത്തിട്ടുണ്ട്. ഈ IC എന്ന് പറയുന്നത് CD4017 ഡീക്കേഡ് കൗണ്ടർ എന്ന് പറയുന്ന ICയാണ്. അപ്പോൾ ഈ ICയാണ് നമ്മൾ ഈ സിഗ്നലിനെ സ്വിച്ച് ചെയ്തിട്ട് ഈ റിലേ ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് വരുന്ന IR സിഗ്നൽ നമ്മൾ ഈ വയർ വഴി ബോർഡിലേക്ക് എത്തിക്കുന്നു. അതിനെ ഈ ട്രാൻസിസ്റ്റർ ആംപ്ലിഫൈ ചെയ്യുന്നു. ആംപ്ലിഫൈ ചെയ്ത് ഈ ICയിലേക്ക് കടത്തി വിടുന്നു. അതിനുശേഷം ഈ ICയുടെ ഔട്ട്പുട്ട് നമുക്ക് ഈ റിലേയിലേക്ക് എത്തിക്കുന്നത് ഈ ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ട് റിലേയുടെ 2 സൈഡിൽ കൊടുത്തിരിക്കുന്നു. അതാണ് ഈ പച്ചയും ഈ മഞ്ഞയും കളറുള്ള 2 അറ്റങ്ങൾ. ഇതിൻ്റെ അകത്തൊരു കോയിലുണ്ട്. അപ്പോൾ ഈ 3 കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻസ് കൊടുക്കാനുള്ള കോണ്ടാക്റ്റാണ്. ഇതിനെ നമ്മൾ കോമൺ പോയിൻ്റ് എന്ന് പറയും. ഇതിനെ നമ്മൾ നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് എന്ന് പറയും. ഇതിനെ നമ്മൾ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇതിൽ ഈ റിലേയ്ക്കകത്തൊരു കോയിലുണ്ട്. ആ കോയിലിൻ്റെ ഈ സർക്യൂട്ടിന്മേലുള്ള ആക്ഷൻ ഡാമേജ് എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഡയോഡ് വെച്ചിരിക്കുന്നത്. ഈ ഡയോഡ് വെച്ചിട്ടില്ല എങ്കിൽ ഈ സർക്യൂട്ടിൻ്റെ ഇൻറ്റേർണൽ കമ്പോണൻസ് ഈ ICക്കൊക്കെ ഡാമേജ് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡയോഡ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു LED ഇൻഡിക്കേറ്റർ ലൈറ്റാണ്. എപ്പോഴാണോ ഈ റിലേ ആക്റ്റീവ് ആകുന്നത് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടി ഒരു LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റിലേ എന്ന് പറയുന്നത് 5 വോൾട്ട് റിലേ ആണ്. അപ്പോൾ ഈ റിലേയുടെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്രാറെഡ് സിഗ്നൽ ഇൻപുട്ട് കിട്ടുന്ന സമയത്ത് ഈ റിലേക്കകത്തുള്ള ഒരു ആ കോയിൽ നമ്മൾ എനർജൈസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എനർജൈസ് ചെയ്യുന്ന സമയത്ത് ആ കോയിലിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ട് റിലേ കോണ്ടാക്റ്റുകൾ നമ്മൾ ജോയിൻ്റ് ചെയ്യുകയും ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഈ റിലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ റിലേയിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന DC ഇൻപുട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് AC ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നോർമലി ഓപ്പൺ ആണ്. ഇതിൽ നിന്നാണ് ബൾബിലേക്കുള്ള കണക്ഷൻ പോകുന്നത്. അപ്പോൾ ആ ഫേസ് ഇവിടം വരെ വന്നു നിൽക്കും. പക്ഷേ എപ്പോഴാണോ റിലേ ആക്റ്റീവ് ആകുന്നത് അപ്പോൾ മാത്രമേ ഈ കണക്ഷൻ ഓൺ ആവുള്ളൂ. ഇനി ഇതിനെ നമ്മൾ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റ് എന്ന് പറയും. ഇതിൽ എപ്പോഴും സപ്ലൈ ഉണ്ടാകും. എപ്പോഴാണോ റിലേ ആക്റ്റീവ് ആകുന്നത് ആ റിലേ ആക്റ്റീവ് ആകുന്ന സമയത്ത് ഇത് ഡിസ്കണക്റ്റ് ആകുന്നു. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ഉപയോഗമുണ്ട്. പക്ഷേ ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് AC ഇവിടം വരെ വന്നിട്ട് ഇവിടെ നിന്നതിന് ശേഷം എപ്പോഴാണോ ഈ സിഗ്നൽ കിട്ടി റിലേ ആക്റ്റീവ് ആകുന്നത് അപ്പോഴേ ഈ ബൾബിലേക്ക്, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ലോഡിലേക്ക് സപ്ലൈ പോകും. അപ്പോൾ ആ സപ്ലൈ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് ഓണാക്കി നോക്കാം. പിന്നെ ഇതിനകത്ത് മറ്റൊരു കണക്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഈ സപ്ലൈയിലേക്ക് അപ്പോൾ നമ്മൾ ഈ റിലേയിലേക്ക് ഒരു ഫേസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് ഫേസ് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കണക്ഷൻ എടുത്തിട്ടാണ് ഞാനിവിടെ ഇൻപുട്ട് ഫേസ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന ബൾബിലേക്കുള്ള ഫേസാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ബൾബ് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ന്യൂട്രലും കൂടെ വേണം. അപ്പോൾ ആ ന്യൂട്രലും ഞാൻ ഇൻപുട്ട് ന്യൂട്രലിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂട്രൽ ഡയറക്റ്റായിട്ട് ഈ ബൾബിലേക്ക് പോവുകയാണ്. ഫേസ് മാത്രമാണ് നമ്മൾ ഈ സർക്യൂട്ട് വഴി കൺട്രോൾ ചെയ്യുന്നത്. ഇനി അതിനുശേഷം നമുക്ക് ഈ സർക്യൂട്ട് ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു എക്സ്റ്റൻഷൻ ബോക്സാണ്. 230 സപ്ലൈ ACക്ക് വേണ്ടിയിട്ട് ഒരു 2 പിൻ പ്ലഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിതിലേക്ക് സപ്ലൈ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്കുള്ള സപ്ലൈ നമ്മൾ നൽകി കഴിഞ്ഞു. ഇനി അടുത്ത് റിമോട്ടിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ സർക്യൂട്ട് ഓൺ ആവുന്നുണ്ടോ ഓഫ് ആവുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിമോട്ടിൻ്റെ ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ലൈറ്റ് ഓണാകുന്നത് നിങ്ങൾ കാണാം. ഇനി മറ്റേതെങ്കിലും ഒരു കീ പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഓഫ് ആകുന്നുണ്ട്. അപ്പോൾ റിമോട്ടിലെ ഏതെങ്കിലും കീകൾ പ്രസ് ചെയ്താലും ഇതേ ഫങ്ഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 10 മീറ്ററോളം തന്നെ വരും. അപ്പോൾ നമ്മുടെ ടി വി അതുപോലെയൊക്കെ അത്രയും ഡിസ്റ്റൻസ് ദൂരെ ഇരുന്നുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സർക്യൂട്ടിനെ നമ്മൾ അതേ ഡിസ്റ്റൻസ് വെച്ച് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ റിലേ ക്ലിക്ക് ചെയ്യുന്ന ഒരു സൗണ്ട് കാണാം. അപ്പോൾ ഈ സർക്യൂട്ട് കണ്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഒരു ബൾബാണ്. പക്ഷേ ഇതിൽ നമുക്ക് വലിയ പവറില്ലാത്ത എക്യുപ്മെൻറ്റ്സ് ഏത് വേണമെങ്കിലും നമുക്കിതിൽ കൺട്രോൾ ചെയ്യാം. ഒന്നുകിൽ ഒരു ടേബിൾ ഫാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെറിയ DC മോട്ടറോ അങ്ങനെ ഏത് ലോഡ് വേണമെങ്കിലും നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ അകത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡയഗ്രാം ഞാനിവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നോക്കി ഈ പ്രൊജക്റ്റ് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് 5 വോൾട്ടിൻ്റെ സപ്ലൈ അത് ഡയറക്റ്റായിട്ട് SMPS ബോർഡുകൾ ചെറിയ ഇലക്ട്രോണിക്സ് കടകളിൽ കിട്ടും, അവിടെ നിന്ന് വാങ്ങിച്ച് ചെയ്യാം. അല്ലെങ്കിൽ പഴയ മൊബൈൽ അഡാപ്റ്ററിൻ്റെ ഔട്ട്പുട്ട് 5 വോൾട്ടാണ്, ആ സപ്ലൈ ഉപയോഗിച്ചിട്ട് നമുക്കിതിലും ലളിതമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത്. എൻ്റെ കയ്യിൽ 5 വോൾട്ടിൻ്റെ സപ്ലൈ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ രീതി ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ പ്രൊജക്റ്റ് ചെയ്ത് നോക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.